ഹായ് ഗൈസ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന പോക്കോ X2 വാങ്ങിയതിന് ശേഷം ഉണ്ടായിട്ടുള്ള ഒരു 80 ഡേയ്സിൻ്റെ യൂസേജിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എനിക്ക് 80 ഡേയ്സിൻ്റെ ഉള്ളിൽ എന്തെല്ലാം കാര്യങ്ങളാണ് പോക്കോ X2 ഫുൾഫിൽ ചെയ്തത്, അല്ലെങ്കിൽ നിങ്ങൾ പോക്കോ X2 വാങ്ങുകയാണെങ്കിൽ നിങ്ങളുടെ ഏതെല്ലാം കാര്യങ്ങളാണ് പോക്കോ X2 ഫുൾഫിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ഒരു കാര്യം ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ എന്നോട് വളരെ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾ യൂട്യൂബിൽ വീഡിയോ കൊണ്ടാണോ ജീവിക്കുന്നത്, അല്ലെങ്കിൽ പോക്കോ X2ൻ്റെ വീഡിയോ വെച്ചിട്ട് നിങ്ങൾ ജീവിക്കുകയാണോ എന്ന് വരെ കുറച്ച് പേര് ചോദിച്ചിരുന്നു. വളരെ വിരലുണ്ടാവുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് യൂട്യൂബിൽ നിന്ന് ഇതുവരെയായിട്ട് ഒരു ഏഡിങ്ങോ കാര്യങ്ങളോ കിട്ടിയിട്ടില്ല. അപ്പോൾ ഇനി കിട്ടുകയാണെങ്കിൽ തന്നെ നമുക്ക് അതുകൊണ്ട് ഒരു 2 ഡേയ്സ് തന്നെ ജീവിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, എനിക്ക് മാത്രം കേട്ടോ. അപ്പോൾ നമ്മൾ അതൊരിക്കലും നമ്മളൊരു ക്രൈറ്റീരിയ ഒന്നും ആക്കിയിട്ടല്ല നമ്മൾ ഈ വീഡിയോസ് ചെയ്യുന്നത്. എൻ്റെ ഒരു പാഷൻ്റെ ബേസിസിലാണ് ഞാൻ ഈ വീഡിയോസൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് പണ്ട് തൊട്ടുതന്നെ യൂട്യൂബ് വീഡിയോസ് അല്ലെങ്കിൽ വീഡിയോസ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യാനൊക്കെ വളരെ ആഗ്രഹമാണ്. അപ്പോൾ അതിൻ്റെ ബേസിസിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ വേറൊരു എനിക്കിത് വീഡിയോസ് വീണ്ടും ചെയ്യാൻ തോന്നുന്ന കാര്യങ്ങൾ മെയിനായിട്ട് തന്നിട്ടുണ്ടെങ്കിൽ നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 100 ലൈക്കോ പിന്നെ നമ്മുടെ ഒരു എന്താ പറയുക കമൻറ്റുകൾ ഒരു 100 എണ്ണോ, നിങ്ങളുടെ സംശയങ്ങൾ എന്നോട് കുറേ പേര് ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് അത് എന്താ പറയുക നിങ്ങളായിട്ട് ഷെയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി അല്ലെങ്കിൽ നമ്മളിപ്പോൾ വീഡിയോ ചെയ്യുന്നു, അപ്പോൾ അത് ബാക്കിയുള്ളവർക്ക് ഒരു ഉപകാരമാവോ അല്ലെങ്കിൽ എന്താ പറയുക നമ്മളൊരു ചെയ്യുന്ന ഒരു പ്രവൃത്തി ബാക്കിയുള്ളവർ അംഗീകരിക്കുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുമല്ലോ, അതാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത്. അല്ലാണ്ട് വേറെ ഒരു പ്രോഫിറ്റോ കാര്യങ്ങളില്ല. ഈ കിട്ടുന്ന റെസ്പോൺസാണ് എൻ്റെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് അധികം വലിച്ചു നീട്ടുന്നില്ല. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. ഇതിൻ്റെ ഫസ്റ്റ് നമുക്കൊരു ഹൈലൈറ്റഡ് ഫീച്ചർ ആയിട്ടുള്ള ക്യാമറയെ കുറിച്ച് നോക്കാം. ക്യാമറ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ പ്രൈമറി ക്യാമറ എന്ന് പറയുന്നത് സോണിയുടെ IMX686 എന്ന് പറഞ്ഞിട്ടുള്ള പുതിയ സെൻസറാണ് 64 മെഗാ പിക്സലിൽ വരുന്നത്. അതുകൊണ്ടുള്ള യൂസ് എന്താണെന്ന് ഞാൻ ഫസ്റ്റ് വന്നാൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു ക്യാമറ സെക്ഷനിൽ എങ്ങനെ യൂസ്ഫുൾ ആയിരിക്കുന്നു എന്ന് പറയാം. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ കോമൺ ആയിട്ട് എടുക്കുക ഒരു ഫോട്ടോസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനിൽ പോയിട്ട് നമ്മൾ ഫോട്ടോസ് എടുക്കുക ചെയ്യുക. നമ്മൾ 64 മെഗാ പിക്സലിൽ ഒരിക്കലും പോയിട്ട് ഫോട്ടോ എടുക്കില്ല. അത് ഞാൻ എടുത്തു കഴിഞ്ഞാൽ കുഴപ്പമുണ്ടായിട്ടല്ല, നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എടുക്കുന്ന ഫോട്ടോ 24 മെഗാ പിക്സൽ അല്ല 24 MB അല്ലെങ്കിൽ 25 MB എന്താ പറയുക അത്ര വരും അതിൻ്റെ എന്താണ് പറയുക സൈസ് വരുന്നത്. അപ്പോൾ നമ്മൾ ഫോട്ടോ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു കോമ്പൗണ്ട് മിക്സ്ചർ ആയിട്ടാണ് വരുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒബ്ജക്റ്റിനെ അവർ സെൻസ് ചെയ്യും. എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ വൈഡ് ആംഗിളും ഉണ്ട്, മാക്രോ ലെൻസും ഉണ്ട്, പിന്നെ നമ്മുടെ പ്രൈമറി ആയിട്ടുള്ള സോണി IMX686 ഉണ്ട്. അപ്പോൾ ഇതിനെ സെൻസ് ചെയ്തിട്ട് ഒരു കോമ്പൗണ്ട് മിക്സ്ചർ ആയിട്ടുള്ള ഫോട്ടോസാണ് ലഭിക്കുക. അപ്പോൾ നമ്മൾ ഫോട്ടോസ് വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം, നിങ്ങൾക്ക് അതിൻ്റെ ക്വാളിറ്റി മനസ്സിലാവാനായിട്ട്. അപ്പോൾ നമ്മൾ ഫോട്ടോസ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എടുത്തിട്ടുള്ള ഫോട്ടോസാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം വിസിബിൾ ആണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പില്ല, എന്നാലും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ ഇതെടുത്തിട്ടുള്ള ഫോട്ടോസാണ്. ഇത് നമ്മൾ ഒരിക്കലും പോർട്രേറ്റ് മോഡൊന്നും സെറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുള്ള ഫോട്ടോ അല്ല. ഇപ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് ഇതിൻ്റെ ഉള്ളിലുള്ള AI മോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡാണ്. അതെന്താണ് ഒബ്ജക്റ്റ് എന്ന് സെൻസ് ചെയ്യും. അതുകൊണ്ടാണ് നമുക്ക് ഇത് അവർ സെൻസ് ചെയ്ത് പോവുക എന്നുള്ള കാര്യം. അപ്പോൾ പൂവിനെ മാത്രം ഹൈലൈറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള സൈഡ് നമുക്ക് ബ്ലർ ചെയ്ത് കിട്ടി. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ പോർട്രേറ്റ് മോഡ് എന്നൊന്നും സെലക്ട് ചെയ്തിട്ടില്ല കേട്ടോ. നമ്മൾ സാധാ ഫോട്ടോസിൽ വെച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഓട്ടോമാറ്റിക് അത് അടുത്തുള്ള ഇമേജ് ആണെന്ന് മനസ്സിലാക്കുകയും പിന്നെ അതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ബാക്കിയുള്ള സൈഡൊക്കെ ബ്ലറാണ്. അപ്പോൾ സെൻസ് ചെയ്തിട്ട് അവർ ഒരു ഫ്ലവർ ആണെന്ന് മനസ്സിലാക്കി ഇതിൻ്റെ ഓട്ടോമാറ്റിക് ഇതിൻ്റെ മാക്രോ ക്യാമറ സെൻസ് ചെയ്യാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്കൊരു വേറെ ഫോട്ടോ തന്നെ ഇത്രയും കൂടി ലോങ്ങിൽ നിന്ന് എടുത്തൊരു ഫോട്ടോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊന്ന് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള വെള്ളം പോലും കറക്റ്റായിട്ട് നമുക്ക് ഇന്നലെ മഴ പെയ്തതിൻ്റെ ആ വെള്ള ഡ്രോപ്പ് പോലും കറക്റ്റായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത്രയും കൂടി ഇത് ബാക്കിൽ നിന്ന് എടുത്ത ഫോട്ടോ ആണ്. ഈ ഫോട്ടോയിൽ തന്നെ നിങ്ങൾക്ക് വ്യക്തമാകുന്നുണ്ടായിരിക്കും ഈ ഫോട്ടോൻ്റെ ക്ലാരിറ്റി. നമ്മളിതിലൊരു എഡിറ്റോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. എനിക്കിപ്പോൾ എഡിറ്റ് ചെയ്ത് കാണിച്ചുകൊണ്ട് എനിക്കൊരു ഉപകാരമില്ല അന്നത്തെ കാര്യത്തിന്. ഇപ്പോൾ നമ്മൾ ഇത്തിരി വൈഡ് ആംഗിളിൽ എടുത്തൊരു ഫോട്ടോ ആണ്. വൈഡ് ആംഗിളിൽ നമുക്ക് എൻ്റെ ഒരു വ്യൂ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഇതൊരു ഫോട്ടോൻ്റെ സൈസ് വേണമെങ്കിൽ ഞാൻ നോക്കി കാണിച്ചു തരാം. ഫോട്ടോൻ്റെ സൈസ് നമുക്ക് വരുന്നത് 12 MB ആണ് വരുന്നത് നമ്മുടെ വൈഡ് ആംഗിൾ എടുത്തൊരു ഫോട്ടോയ്ക്ക്. അത് ഞാൻ സാധാരണ ഫോട്ടോയിൽ പോയിട്ട് എടുത്തതാണ് കേട്ടോ. പിന്നെ നമുക്ക് ഇപ്പോൾ ഈ മാക്രോയിൽ എടുത്ത ഫോട്ടോൻ്റെ സൈസ് എത്രയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഒരു ആവറേജ് എടുക്കുന്ന ഫോട്ടോസിൻ്റെ സൈസ് കിട്ടുമല്ലോ. മാക്രോയിൽ എടുത്ത ഫോട്ടോയ്ക്ക് 8 MB അടുത്താണ് വരുന്നത്. അപ്പോൾ ഫോട്ടോൻ്റെ സൈസ് അപ്പോൾ നിങ്ങൾക്ക് എത്ര സൈസ് കൂടുന്നു അത്ര ക്ലാരിറ്റി കൂടുമെന്ന് കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ സാധാരണ രീതിയിലെടുത്ത ഫോട്ടോ ആണെന്നുണ്ടെങ്കിൽ ഒരു എന്നോട് പറയുകയാണെങ്കിൽ ഇത്തിരി ഡാർക്ക്, ഇപ്പം മഴ പെയ്യാൻ സാഹചര്യം ഉള്ളതുകൊണ്ട് ഒരു ഡാർക്ക് മുകളിലെ സ്കൈ ഇരിക്കുന്നു, അതിനെ നമുക്ക് കറക്റ്റായ രീതിയിൽ നമുക്ക് എടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇത്തിരി ഡാർക്ക് ആണെങ്കിൽ കൂടി നല്ല രീതിയിൽ നമുക്ക് എടുക്കാൻ സാധിക്കുന്നുണ്ട്. ഇത് നമ്മുടെ സ്പെഷ്യൽ മോഡൊന്നും ഉപയോഗിച്ചിട്ടല്ല, സാധാരണ ക്യാമറയിലുള്ളത് തന്നെ ഈ UIയിലുള്ള മോഡ് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ക്യാമറയുടെ കാര്യത്തിൽ റിയർ ക്യാമറയുടെ കാര്യത്തിൽ നിങ്ങൾക്ക്
എന്താ പറയുക ഒരു നെഗറ്റീവ് ഇമേജോ അല്ലെങ്കിൽ ഒരു ബാഡ് ഇഫക്റ്റോ ഒരിക്കലും ഉണ്ടാവില്ല. ഇപ്പോൾ വീഡിയോസ് ആയിക്കോട്ടെ നല്ല രീതിയിൽ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് നമ്മുടെ ഒരു ഏരിയയിലത്തെ റോഡാണ്. അപ്പോൾ ഒരു അധികം വലിയൊരു ഷേക്കോ കാര്യങ്ങളോ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഫീൽ ചെയ്യില്ല. ഇപ്പോൾ ഇത് നമ്മൾ നൈറ്റ് എടുത്ത ഫോട്ടോ ആണ്. അപ്പോൾ നൈറ്റ് ആ ഏരിയയിൽ തന്നെ എടുത്തിട്ടുള്ള ഫോട്ടോയ്ക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നൈറ്റിൽ അത്ര വലിയ നോയ്സി കാര്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കില്ല. പിന്നെ ഇതിൻ്റെ വീഡിയോസിൻ്റെ ഉള്ള സ്ലോ മോഷൻ വീഡിയോസ് തന്നെ നല്ലൊരു ഹൈലൈറ്റഡ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. അപ്പോൾ നമുക്ക് നല്ല രീതിയിലുള്ള 15 സെക്കൻഡ് ലെങ്ത് അല്ലെങ്കിൽ 10 സെക്കൻഡ് ലെങ്ത് ഉള്ള സ്ലോ മോഷൻ വീഡിയോസ് നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും. ഇന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഗെയിമിംഗ് ആണ്. അപ്പോൾ നമ്മളൊരു മൊബൈൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ ക്യാമറ അല്ലെങ്കിൽ ഗെയിമിങ്. ഈ 2 കാര്യങ്ങൾക്കാണ് നമ്മൾ മാക്സിമം മൊബൈൽ യൂസ് ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഫ്രീ ഫയറും കളിക്കുന്നുണ്ട്, പബ്ജിയും കളിക്കുന്നു. അപ്പോൾ രണ്ടും ഇതിൻ്റെ ഉള്ളിൽ ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്. ഇപ്പോൾ ഫ്രീ ഫയറൊക്കെ രാത്രി ഒരു 10 മണിക്ക് തുടങ്ങി കഴിഞ്ഞാൽ ഒരു പുലർച്ചെ 1 മണി 1:30 വരെയൊക്കെ ഞാൻ കളിക്കും. അപ്പോൾ ആ ഫ്രീ ഫയറാണ് ഇപ്പോൾ ഞാൻ കുറേ നാളായിട്ട് കളിച്ചുകൊണ്ടിരുന്നു. പബ്ജിയിൽ നിന്ന് കുറച്ച് ദിവസത്തേക്ക് മാറി ഞാൻ ഫ്രീ ഫയർ ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. വീടിൻ്റെ ഉള്ളിൽ കുറച്ച് റേഞ്ച് കുറവാണ്. അപ്പോൾ ഫ്രീ ഫയർ കളിക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യത്തെ റേഞ്ച് കുറവാണെങ്കിൽ നല്ല രീതിയിലൊരു ലാഗോ കാര്യങ്ങളോ വരാതെ ഒരു പിങ്ക് വരാതെ നമുക്ക് കളിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ പബ്ജിയിൽ നിന്ന് കുറച്ചാളൻ മാറിക്കുന്നത്. പബ്ജി കളിക്കണമെങ്കിൽ നല്ല റേഞ്ചും കാര്യങ്ങളും വേണം. അതുകൊണ്ടാണ് നമ്മൾ മാറിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ ഒരു ഹാങ്ങോ അല്ലെങ്കിൽ ഒരു പിങ്കോ അല്ലെങ്കിൽ ഒരു ഡിലേയോ ഒരു കാര്യങ്ങളുമില്ല, നല്ല രീതിയിൽ നമുക്ക് കളിക്കാൻ സാധിക്കും. ഒന്നെന്നുണ്ടെങ്കിൽ നമുക്കൊരു കാര്യമുണ്ട്, HDR മോഡിലൊന്നും പബ്ജി കളിക്കാൻ സാധിക്കില്ല. നമുക്ക് HD മോഡിൽ വരെയാണ് കളിക്കാൻ സാധിക്കുന്നത്. നമ്മൾ മാക്സിമം പബ്ജി കളിക്കുന്ന ആൾക്കാരൊക്കെ ബാലൻസിലായിരിക്കും കളിക്കുക, ബാലൻസിൽ അല്ലെങ്കിൽ സ്മൂത്തിലായിരിക്കും കളിക്കുക. അപ്പോൾ നമുക്ക് പബ്ജി കളിക്കാനോ ഹൈ ഗ്രാഫിക്സിൽ മാക്സിമം പേരും കളിക്കാറില്ല, എൻ്റെ ഒരു അഭിപ്രായമാണ് കേട്ടോ, എൻ്റെ ഒരു അറിവിൽ. അപ്പോൾ എനിക്ക് ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ് ഗെയിമിങ്ങിൻ്റെ സെക്ഷനിൽ. പിന്നെ ഗെയിമിങ്ങിൻ്റെ സമയത്ത് ഹീറ്റ് ഉണ്ടാവണോ എന്ന് കുറേ പേര് പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ ഫീലിംഗിൽ എനിക്ക് അത്ര വലിയ ഹീറ്റ് ഒന്നുമില്ല. ഞാൻ എപ്പോഴും ഒരു കവർ യൂസ് ചെയ്തിട്ടാണ് മാക്സിമം യൂസ് ചെയ്യാറ്. ഞാനിപ്പോൾ വീഡിയോ എടുക്കേണ്ട ഭാഗമായിട്ട് മാത്രമാണ് കവർ ഊരി വെച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞല്ലോ ഒരു 200 സംതിങ് എന്നുണ്ടെങ്കിൽ ഞാൻ 450 രൂപയ്ക്കാണ് വാങ്ങിച്ചത്. ഇപ്പോൾ 200 സംതിങ് ഒക്കെ ഉള്ള ഒരു നല്ലൊരു ഹെവി കവറാണ് യൂസ് ചെയ്യുക. അതുകൊണ്ട് എനിക്ക് ഹീറ്റ് തീരെ ഗെയിമിങ്ങിൻ്റെ സമയത്തൊന്നും ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ ഞാനൊരു പബ്ജി ഗെയിമിംഗ് കൺട്രോളർ വാങ്ങാൻ വേണ്ടി ഞാൻ ആലോചിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ആമസോണിലുണ്ട്, ഒരു 2000 സംതിങ് വരുന്നത്. അപ്പോൾ ഞാനത് ഓർഡർ ചെയ്യേണ്ട കാര്യം ഒന്നും ഡിസൈഡ് ചെയ്തിട്ടില്ല. കുറേ നാളെ വിചാരിക്കുന്നത് ചെയ്യണമെന്ന്. ബട്ട് ഇപ്പോഴും ഇതുവരെയായിട്ട് ഒന്നും ഒരു ടൈം കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ അതും കൂടി നോക്കണം. അതും കൂടി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ തന്നെ ഓട്ടോമാറ്റിക് കൂളർ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു ഹീറ്റിങ്ങിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഗെയിം കളിച്ചു കുറച്ച് നേരം ഹീറ്റായിട്ട് ഒരു 5 മിനിറ്റ് വരെ നമ്മൾ ഗെയിമിൽ നിന്ന് പുറത്തിറങ്ങി നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഹീറ്റ് വളരെ സ്പീഡായിട്ട് ഡ്രോപ്പ് ആവും. എന്നുണ്ടെങ്കിൽ ഹീറ്റ് വളരെ വേഗത്തിൽ ഇല്ലാതാവുന്ന ഒരു പ്രവർത്തനം കാണാൻ സാധിക്കും. അതൊരു നമ്മുടെ ലിക്വിഡ് കൂളിംഗ് ടെക്നോളജിയുടെ ഭാഗമായിട്ടായിരിക്കും. വേഗത്തിൽ ഹീറ്റ് ഇറങ്ങുന്നുണ്ട്. ഇപ്പം നമ്മൾ ഡ്രെയിനിങ് ടെസ്റ്റ് ചെയ്തിരുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഞാൻ ഒന്ന് വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്. നമ്മളൊരു സമയത്ത് 43 സെൽഷ്യസിൽ നിന്നിട്ട് നമ്മളൊരു 2 മിനിറ്റ് കഴിഞ്ഞ് നോക്കുമ്പോഴേക്കും 41 ആയിട്ടുണ്ടാവും. പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ നമ്മുടെ അതൊരു 37 അല്ല ഒരു 38 റേഞ്ചിലേക്ക് കുറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതൊരു വലിയൊരു കാര്യം തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഒരു ഹൈലൈറ്റഡ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ചാർജിങ് സ്പീഡാണ്. നമുക്ക് ഒരു മൊബൈലിൽ ഏറ്റവും അത്യാവശ്യമുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ചാർജിങ് സ്പീഡ് തന്നെയാണ്. എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ മൊബൈൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ നന്നായിട്ട് ഹെവി യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് മൊബൈൽ. അപ്പോൾ എനിക്ക് ചാർജ് വേഗത്തിൽ കഴിയാൻ ചാൻസ് ഉണ്ട്. അതാണെന്ന് പറഞ്ഞാൽ നമ്മളൊരു മൊബൈൽ നിലത്ത് വയ്ക്കുന്നില്ല. ഫുൾ ടൈം നമ്മുടെ കയ്യിൽ ഫോൺ ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ ഒരു ടൈമിൽ ഗെയിം, അല്ലെങ്കിൽ ഒരു ടൈമിൽ യൂട്യൂബ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കണ്ടുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഈ മൊബൈൽ ഒരു ദിവസത്തിൽ ഒരു 1.5 ടൈം അല്ലെങ്കിൽ ഒരു 2 പ്രാവശ്യം ചാർജ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരാണെങ്കിൽ ചില സമയത്ത് നമ്മളൊരു അരമണിക്കൂർ 45 മിനിറ്റ് ചാർജ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചിലപ്പോൾ ഒരു സമയത്ത് 1 മണിക്കൂർ ചാർജ് ചെയ്യും. ഇത്രയാണ് ഞാൻ മാക്സിമം ഈ മൊബൈൽ ചാർജ് ചെയ്യുന്ന ഒരു ദിവസത്തിൽ. അപ്പം നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്നില്ല, വീട്ടിൽ തന്നെയാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ എല്ലാ ടൈമും ഫോൺ ഉണ്ടായിരിക്കും. ചോറുണ്ടുമ്പോൾ മാത്രമാണ് നമ്മൾ ഫോൺ നിലത്ത് വയ്ക്കുള്ളൂ. അപ്പോൾ ഈ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ചാർജ് ഒരു മണിക്കൂർ നമ്മൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു 85ൻ്റെ അടുത്തേക്ക് ചാർജ് കയറും. 85 നമ്മുടെ ചാർജ് കയറും, ഫുൾഫിൽ ആവും. അപ്പോൾ നമുക്ക് ചാർജിൻ്റെ കാര്യത്തിൽ ഒരു പ്രശ്നമില്ല. ചാർജിങ് ചെയ്യേണ്ട കാര്യത്തിൽ നമ്മൾ 1/2 മണിക്കൂർ ചാർജ് ചെയ്താൽ തന്നെ നമുക്കൊരു 50% അല്ലെങ്കിൽ 50+ നമുക്ക് ചാർജ് കയറും. അപ്പോൾ നമ്മൾ 50+ അല്ല അതിന് മേലേക്കും കയറും. അതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ്. അപ്പോൾ നമുക്ക് ചാർജിങ്ങിൻ്റെ കാര്യം ഒരു ഇഷ്യൂ അല്ല. പിന്നെ ഒരു കാര്യം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ ചാർജർ വിത്ത് ബോക്സ് ആയിട്ടുള്ള ചാർജർ കൊണ്ട് മാത്രം ചാർജ് ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ബാറ്ററിക്ക് ഒരു കംപ്ലൈൻ്റ് ആണ്. പിന്നെ നമ്മുടെ ഈ ഫാസ്റ്റ് ചാർജിങ് ഉള്ളത് കൊണ്ട് തന്നെയാണ് നമുക്ക് വളരെ യൂസ്ഫുൾ ആണ്. വേഗത്തിൽ തന്നെ ചാർജ് കയറിയിട്ട് നമ്മുടെ എന്ന് പറഞ്ഞാൽ നമ്മൾ വീണ്ടും ഒരു ചോറുണ്ടിട്ട് വരുമ്പോഴേക്കും നമ്മുടെ ഫോൺ അത്യാവശ്യം ചാർജായിട്ട് നമുക്ക് യൂസ് ചെയ്യാനുള്ള ലെവലിലേക്ക് ആയിട്ടുണ്ടാവും. ഇത് ഒരു ഹാങ്ങിൻ്റെ കാര്യം ഞാൻ പറയുകയാണെങ്കിൽ
ഈ മൊബൈലിൻ്റെ ഹാങ് അല്ലെങ്കിൽ ലാഗ് ഉണ്ടോ എന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഇത്ര ദിവസമായി ഒരു 80 ദിവസത്തിൻ്റെ അടുത്തായി, ഞാൻ 80 ദിവസത്തിന് മേലെ 80 ദിവസത്തിന് മേലെ ഇപ്പോൾ 80 എന്നിട്ട് 81ാമത്തെ ദിവസമാണെന്ന് ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുവരെയായിട്ട് എനിക്കൊരു ലാഗോ അല്ലെങ്കിൽ ഒരു ചില സമയങ്ങളിൽ മൊബൈൽ പണ്ടത്തെ മൊബൈൽ അപ്പം എൻ്റെ മുന്നത്തെ മൊബൈലിൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറയാം, അപ്പോഴല്ലേ എനിക്ക് അത് പറയാൻ പറ്റുള്ളൂ. ചില സമയങ്ങളിൽ എന്നുണ്ടെങ്കിൽ ഒരു ദിവസം കൂടുമ്പോൾ നമ്മൾ കുറേ നേരം ഉപയോഗിച്ചിരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ വേറെ ആക്ടിവിറ്റിയിലേക്കൊക്കെ പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് മൊബൈൽ ഹാങ് ആവും. പിന്നെ അതൊന്ന് ഓൺ ആവാൻ ചില സമയത്ത് സ്വിച്ച് ഓഫ് ആയിട്ട് ഓൺ ആയിട്ട് വരും. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഫീൽ ചെയ്തിട്ടുണ്ടാകുന്ന ഞാൻ വിചാരിക്കുന്നു. അല്ലെങ്കിൽ നമ്മൾ ഫുള്ളായിട്ട് ഒരു കാര്യം ചെയ്യുന്നതിൻ്റെ ഇടയിൽ വെച്ചിട്ട് പെട്ടെന്ന് മൊബൈൽ സ്റ്റക്കായി നിന്നിട്ട് പിന്നെ നമ്മൾ കുറേ അവിടെയും ഇവിടെ ഒക്കെ പിടിച്ച് നിൽക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായി എവിടെ നിന്നെങ്കിലുമൊക്കെ ക്ലോസ് ബട്ടൺ വന്നിട്ട് എങ്ങനെ ക്ലോസ് ആയിട്ട് ഒരു 10 സെക്കൻഡ് ഇങ്ങനെ ഹാങ് ആയിരിക്കേണ്ട അവസ്ഥ ഏതൊരു പുതിയ മൊബൈൽ വാങ്ങിച്ചാലും ഉണ്ടാവാറുണ്ട്. എനിക്ക് ഇതുവരെ ആയിട്ട് ഇപ്പോൾ ഇനി ഫ്യൂച്ചറിൽ ഉണ്ടാവോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് പറയാൻ പറ്റില്ല. ഇപ്പോഴത്തെ വരെ ഒരു ഹാങ്ങോ ലാഗോ കാര്യങ്ങളോ ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ ഒരു ബാറ്ററി ബാക്കപ്പിൻ്റെ കാര്യം പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ബാറ്ററി ബാക്കപ്പിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് 60 ഹെഡ്സിൽ ഞാനിപ്പോൾ കുറച്ച് ദിവസമായി യൂസ് ചെയ്യുന്നു. അപ്പോൾ PUBG കളിക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ ഫ്രീ ഫയർ കളിക്കുകയാണെങ്കിൽ തന്നെ ആ ഗെയിമുകൾ സപ്പോർട്ട് ചെയ്യുന്ന മാക്സിമം ഫ്രെയിം പെർ സെക്കൻഡ് അല്ലെങ്കിൽ FPS എന്ന് പറയുന്നത് നമ്മുടെ 60 FPS ആണ്. അപ്പോൾ 60 ഹെഡ്സിൽ കളിച്ചാൽ നമുക്ക് അതേ സ്മൂത്ത്നെസ് കിട്ടും. ഒരു ചെറിയൊരു വ്യത്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടച്ച് റെസ്പോൺസിലൊരു നമ്മുടെ ഒരു ചെറിയ സ്മൂത്ത്നെസ് കുറവുണ്ടായിരിക്കും. അല്ലെങ്കിൽ ഗെയിമിങ്ങിൻ്റെ ഒരു രീതിയിലോ അതിനെ ബാധിക്കില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് 60 ഹെഡ്സിൽ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള നമുക്ക് എന്താണ് നമ്മുടെ കോമൺലി ഇറങ്ങുന്ന എല്ലാ ഫോൺസും ഈ 20,000 ഇറങ്ങുന്ന ഫോൺസ് എല്ലാം 60 ഹെഡ്സിലാണ് ഇറങ്ങുന്നത്. ഇപ്പോൾ 90 ഹെഡ്സിൽ ഇറങ്ങുന്ന ഫോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിയൽമി 6 Pro മാത്രമാണ്. ബാക്കിയെല്ലാം 60 ഹെഡ്സിലാണ് ലോഞ്ച് ആവുന്നത്. അപ്പോൾ നമ്മുടെ എല്ലാ മൊബൈൽസിൽ നിന്ന് ഇത് ഒന്ന് ഹൈലൈറ്റ് ചെയ്യുന്നത് 120 ഹെഡ്സ് റിഫ്രഷ് റേറ്റ് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു സ്മൂത്ത്നെസ് നമ്മളിപ്പോൾ ഒരു മെനു ബാർ എടുക്കുമ്പോഴായാലും നമ്മൾ ആ യൂസ് ചെയ്യുന്നതിലുള്ള സ്മൂത്ത്നെസ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ അതൊരു ഹൈലൈറ്റഡ് ആയിട്ടുള്ള ഫീച്ചറാണ്. അപ്പോൾ നമുക്ക് ഇൻ കേസ് നമ്മൾ ബാറ്ററി ബാക്കപ്പ് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കൂടുതൽ വേണമെന്ന് അല്ലെങ്കിൽ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് ബാറ്ററി ബാക്കപ്പ് കൂടുതൽ വേണമെങ്കിൽ നമ്മൾ 60 ഹെഡ്സിലേക്ക് മാറിയതിന് ശേഷം ഇപ്പോൾ ഗെയിം കളിച്ചാൽ നമുക്ക് അതിലൊരു പ്രശ്നം വരില്ല. എന്നുണ്ടെങ്കിൽ ആ ഗെയിം സപ്പോർട്ട് ചെയ്യുന്ന മാക്സിമം 60 ഹെഡ്സ് മാത്രമാണ്. പിന്നെ നമുക്ക് ഒരു ടച്ച് റെസ്പോൺസ് ഒരു സ്മൂത്ത്നെസ് കൂടുതൽ കിട്ടാൻ വേണമെങ്കിൽ മാത്രം നമ്മൾ 120 ഹെഡ്സ് യൂസ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതൊക്കെ കുറേയൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോസൊക്കെ ഞാൻ ചെയ്യുന്ന വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. പുതിയ വീഡിയോ വരുന്നവരെ വെയിറ്റ് ചെയ്യുക. താങ്ക് യു.